ഞാനിങ്ങനെ നിന്നാലെന്താ? അതൊക്കെ മറികടക്കാനുള്ള സാമർഥ്യം നിനക്കുണ്ടല്ലോ. ആ എന്നാ എന്നെ കുഴിച്ചു മൂടുന്നതെന്ന് എനിക്കറിയില്ല. അയ്യോ സുനന്ദേച്ചി, ഏയ് ഗാഥ, എന്താ? താനത് എവിടെ പോയിട്ട് വരാ? അത് ഞാൻ ഇവിടുത്തെ മാർക്കറ്റില്. മാർക്കറ്റിലോ? താൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ മാർക്കറ്റിന്റെ അകത്ത് പോയ ദേഷ്യമാണെന്ന്. അയ്യോ അത് മുൻപല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എല്ലാം സാധാരണക്കാരെ പോലെ ഞാൻ ചിന്തിക്കുന്നതെന്ന്. ഓക്കെ ഓക്കെ, താൻ വണ്ടിയിലേക്ക് കയറി, നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. അയ്യോ ഇപ്പൊ ഞാനില്ല. ഒന്ന് കേറടോ, നല്ല സന്തോഷമുള്ള കാര്യത്തിനാ. അത് അല്ല നവീൻ, ഞാനൊന്ന് പറയട്ടെ. ഗാഥ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് അയ്യോ വന്ന് അല്ല, കേറിക്ക്, വാ. ഞാനൊന്ന് പറയട്ടെ മമ്മിയോട്. കേറ്, ഇരിക്ക്. അത് നവീൻ, എവിടേക്കും നമ്മളീ പോകുന്നത്? താനെന്തിനാ പേടിക്കുന്നത്? എന്റെ കൂടെ അല്ലേ വരുന്നത്. എന്തുപറ്റി നവീന്? എന്തു പറ്റിയെന്ന് ചോദിച്ചാല് ഇതിനെയാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. താൻ എന്നെ കണ്ണ് തുറപ്പിച്ച് കാണിച്ചു തന്ന തിരിച്ചറിവ്. എനിക്ക് മനസ്സിലായില്ല. തനിക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന കാര്യത്തിനാ നമ്മളിപ്പോ പോകുന്നത്. തനിക്കത് അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. ഈശ്വര, നവീൻ ഇരിക്കുന്നത് കൊണ്ട് ചിത്താര മേഡത്തെ ഒന്ന് വിളിച്ച് പറയാനും പറ്റില്ല. ഇതിപ്പോ പ്രശ്നമാവോ? എടോ താനിങ്ങനെ ആലോചിച്ച് വീർപ്പുമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ റിലാക്സ്. എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നതേ ഉള്ളൂ മാഡം. വന്ന അടുക്കളയിലേക്ക് കയറുമ്പോ ഇവിടെയുള്ള ആരെങ്കിലും ഒന്ന് അറിയിച്ചൂടെ? അത് മാഡം വിളിക്കുന്നുണ്ട്, വാ.